നമസ്കാരം. സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫീസ് പോളിറ്റിക്സ് അതൊരു ചർച്ചാ വിഷയമാവാത്ത ഒരു ഓഫീസ് പോലും നമ്മൾക്കറിയില്ല അല്ലേ? എല്ലായിടത്തും ചെറുതും വലുതുമായിട്ടുള്ള ഓഫീസ് പോളിറ്റിക്സ് ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈസിലി ഓഫീസ് പോളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഓരോ ഓഫീസിനും അതിൻ്റേതായ ഒരു ഡൈനമിക്സ് ഉണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും അതിനകത്ത് പല ആൾക്കാരും ഡെസിഗ്നേഷനെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ ഓണേഴ്സുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാവും. അവർ തമ്മിൽ ടീംസിൻ്റെ ഇടയിൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള പല ഫ്രണ്ട്ഷിപ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ വർക്ക് പ്ലേസിനെ പറ്റിയിട്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു പെർട്ടിക്കുലർ വർക്ക് പ്ലേസിൻ്റെ ഡൈനമിക്സ്, അതിൻ്റെ ഒരു പവർ ഫ്ലോ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. അതാവുമ്പോൾ ആൾക്കാർ ടീമപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ അവർ ഏത് ഹൈറാർക്കിയിൽ നിന്നാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏത് ഹൈറാർക്കി വരെ പോകാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവും. സോ ദ ഫസ്റ്റ് ടിപ്പ് ഓൺ മാനേജിങ് ഓഫീസ് പോളിറ്റിക്സ് ഇസ് നോ യുവർ വർക്ക് പ്ലേസ്. എല്ലാ ഓഫീസിലും പവറിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ അവർ പറയുന്നതിന് നമ്മൾ വില കൊടുക്കാതിരിക്കുന്ന സിറ്റുവേഷനിൽ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ അവരെ ടെർമിനേറ്റ് ചെയ്യും. നമ്മളെ ടെർമിനേറ്റ് ചെയ്യാൻ 1000 കാരണങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടിപ്പ് ഇസ് നെവർ നെഗോഷിയേറ്റ് വിത്ത് ദോസ് ഇൻ പവർ. അവർ പറയുന്ന അപ്പാടെ അംഗീകരിക്കുക, ഓക്കെ എന്ന് മാത്രം പറയുക. മൂന്നാമത്തെ ഒരു പവർഫുൾ ടിപ്പാണ്, നമ്മൾ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങേയറ്റം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രം ഇടപെടുക. സോ ചൂസ് യുവർ ബാറ്റിൽസ്. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളുടെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ നമ്മുടെ വർക്കിന് പ്രൊഫഷണലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വരികയാണെങ്കിൽ മാത്രം നമ്മൾ ഇടപെടുക. അല്ലാതെ ചെറുതും വലുതുമായിട്ട് അവിടെ നടക്കുന്ന പോളിറ്റിക്സിലൊന്നും നമ്മൾ കഴിയുന്നതും ഇൻവോൾവ് ചെയ്യാതിരിക്കുക. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഒരു പ്രൊഫഷണൽ കരിയർ ഗ്രാഫ് ബിൽഡ് ചെയ്യാനാണ് നമ്മളവിടെ പോകുന്നത്. അല്ലാതെ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടാനോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഇമോഷണലി അറ്റാച്ച്ഡ് ആവാനോ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഓഫീസിലുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. പേഴ്സണൽ ലൈഫ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ഓഫീസ് പ്ലേസിൽ പോകുമ്പം നമ്മൾ പ്രൊഫഷണലി ആണ് നമ്മൾ അവിടെ ഷോക്കേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇൻറ്റഗ്രിറ്റി, നമ്മളുടെ പ്രൊഫഷണലിസം, നമ്മളുടെ കാലിബർ, നമുക്ക് വർക്കിനോടുള്ള ഒരു വർക്ക് എത്തിക്സ്, ഇതിനകത്തൊക്കെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മളുടെ പെർഫോമൻസ് ഡേ ബൈ ഡേ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് ആ കമ്പനിക്ക് ഒരു അസറ്റായി മാറുക, ഇതൊക്കെയാണ് നമ്മൾ അവിടെ പോയിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ആരുടെ ഫ്രണ്ടാണ്, ഏതൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും നമ്മുടെ കൺസേൺ അല്ല. ആസ് ലോങ് ആസ് യു സ്റ്റേ പ്രൊഫഷണൽ, ദ കമ്പനി വിൽ ഓൾവേസ് കൺസിഡർ യു ആൻ അസറ്റ്. അങ്ങനെ ഒരു അസറ്റ് ആണെങ്കിൽ ഒരിക്കലും നമ്മളെ അവരൊരു ഫയർ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരുമോ, അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് ഓഫീസ് പോളിറ്റിക്സിലേക്ക് ചാടേണ്ട ഒരു ആവശ്യം വരുമോ ചെയ്യില്ല. ഓഫീസ് പോളിറ്റിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ സംസാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കേൾക്കുക എന്നുള്ളത്. നമ്മൾ ആര് വന്ന് നമ്മുടെ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ മിണ്ടാതിരുന്ന് കേട്ടാൽ മതി. നമ്മൾ അതിനകത്തൊരു അഭിപ്രായം പറയണ്ട. നമ്മളുടെ അഭിപ്രായങ്ങളാണ് പിന്നീട് കോട്ടാവുന്നത്. ആ കോട്ടുകളാണ് നമുക്കെതിരെയായിട്ട് എപ്പോഴും ഓഫീസിൽ സഞ്ചരിക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആൾക്കാർ വന്ന് നമ്മളുടെ അടുത്ത് വന്ന് ഓഫീസ് പോളിറ്റിക്സിനെ പറ്റി ആൾക്കാർ ഷെയർ ചെയ്യുകയാണെങ്കിൽ ബി എ പേഷ്യൻ്റ് ലിസണർ. നമുക്ക് മിണ്ടാതിരുന്ന് കേട്ടുകൊണ്ടിരിക്കാം. അവർക്ക് പറയേണ്ടതല്ല അവർ പറയട്ടെ, അവർ പറഞ്ഞിട്ട് പോട്ടെ. നമ്മൾ കുറേ നാൾ അവർ പറയുന്ന മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തിരിച്ചൊന്നും അതിനൊരു ആഡ് ഓൺ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലോലി അവർക്ക് നമ്മുടെ പറയാനുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അതേസമയം അവർ വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മളും അത് ഏറ്റുപിടിച്ച് ആ ശരിയാണ്, അത് വളരെ കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ കേൾക്കുക മാത്രമല്ല, പിന്നെ ഇത് നാളൊരു കാലത്ത് നമുക്കെതിരെ തിരിയുകയും ചെയ്യും. അതാണ് സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഇൻ മാനേജിങ് ഓഫീസ് പോളിറ്റിക്സ് ഇസ് ബി എ ലിസണർ ദാൻ ബി എ സ്പീക്കർ. നമ്മളീ പറഞ്ഞ എല്ലാ ടിപ്സും നമ്മളൊരു ജനറലൈസ് സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പല ആൾക്കാരും അവരുടെ ഓഫീസിൽ വരുന്ന പെർട്ടിക്കുലർ സിറ്റുവേഷൻസിനെ പറ്റി ഞങ്ങളത് ചോദിക്കാറുണ്ട്.
അങ്ങനെയുള്ള സിറ്റുവേഷൻസിന് അതാത് സിറ്റുവേഷന് വേണമെന്നുള്ള സൊല്യൂഷൻസ് നമ്മൾ കമൻസിലൂടെയും നമ്മുടെ കൺസൾട്ടേഷൻ സെഷൻസിലൂടെയും കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ട്, അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടാം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൺസൾട്ടേഷൻ സെഷൻ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ വർക്ക് പ്ലേസും ഒരു പോസിറ്റീവ് വർക്ക് പ്ലേസ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, corporate psychologist at Atmasutra Mind Care. Thank you.